ഉറക്കത്തിന്റെ ദേവതയായ നിദ്രാദേവിയെക്കുറിച്ച് അറിയാം. ഹിന്ദു പുരാണങ്ങളിൽ ഉറക്കത്തിന്റെയും വിശ്രമത്തിന്റെയും ദേവതയായി നിദ്രാദേവി ആരാധിക്കപ്പെടുന്നു. ചില വിശ്വാസങ്ങളിൽ നിദ്രാദേവി പാർവതി ദേവിയുടെ ഒരു ഭാവമായി കണക്കാക്കപ്പെടുന്നു. രുദ്രന്റെ അവതാരമായ കാലാഗ്നി രുദ്രനാണ് നിദ്രാദേവിയുടെ ഭർത്താവ് എന്നും ചില പുരാണങ്ങളിൽ പരാമർശമുണ്ട്. ഋഗ്വേദം പോലെയുള്ള അതിപുരാതനമായ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പോലും നിദ്രാദേവിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ദേവിയെ അമ്മയുടെ വാത്സല്യം നിറഞ്ഞ ആത്മീയമായ ശക്തി നൽകുന്ന ഒരു ദേവതയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ലക്ഷ്മി ദേവിയെ പോലെ സൗന്ദര്യവതിയായ നിദ്രാദേവിയിൽ പാർവതി, ലക്ഷ്മി, സരസ്വതി എന്നിങ്ങനെ 3 ത്രിദേവിമാരുടെ ഗുണങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതായത് മൂല്യങ്ങൾ, സമ്പത്ത്, വിദ്യ എന്നിവയുടെ പ്രതീകങ്ങളായ ഈ 3 ദേവിമാരുടെയും ശക്തികൾ നിദ്രാദേവിയിൽ ഏകീകരിക്കപ്പെട്ടിരിക്കുന്നു. ഉറക്കം നഷ്ടപ്പെട്ടവർ, മാനസികമായ ക്ഷീണം അനുഭവിക്കുന്നവർ, ഊർജമില്ലായ്മയുള്ളവർ, അതുപോലെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർ എന്നിവർ നിദ്രാദേവിയെ പ്രാർത്ഥിച്ചാൽ ആശ്വാസം ലഭിക്കും എന്നതാണ് പുരാതന വിശ്വാസം. രാമായണത്തിൽ നിദ്രാദേവിയുമായി ബന്ധപ്പെട്ട മനോഹരമായ ഒരു കഥയുണ്ട്. രാമന്റെ വിശ്വസ്തനായ അനുചരൻ ലക്ഷ്മണൻ 14 വർഷത്തെ വനവാസ കാലത്ത് ശ്രീരാമനെയും സീതാദേവിയെയും ഉറങ്ങാതെ കാവൽ നിന്നു. അത്രയും കാലം അവൻ കൺപോളുകൾ പോലും ചിമ്മാതെ ജാഗ്രതയോടെയിരുന്നു. എന്നാൽ ഈ സമയത്ത് ലക്ഷ്മണന്റെ ഭാര്യയായ ഊർമിള ഭർത്താവിന് ലഭിക്കേണ്ടതായിരുന്ന ഉറക്കം മുഴുവൻ ഏറ്റെടുത്തു. നിദ്രാദേവിയാണ് ഇതിന് ഊർമിളയെ അനുഗ്രഹിച്ചത് എന്ന് പറയപ്പെടുന്നു.